ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് ഒരു ലോങ് വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചേച്ചിയുടെ ഹോം ടൂറാണ് കേട്ടോ. പുറത്തുനിന്ന് തന്നെ ലുക്ക് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. കുറച്ച് ചെടികളും കാര്യങ്ങളൊക്കെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്. എനിക്കിതിനെപ്പറ്റി വലുതായിട്ട് പറയാനറിയില്ലെങ്കിലും നിങ്ങൾക്ക് കണ്ടെല്ലാം ആസ്വദിക്കണം കേട്ടോ. അപ്പോൾ 2 നിലയാണ് കേട്ടോ വീട്. പിന്നെ ഇവരുടെ ഏരിയ എന്ന് പറയുന്നത് നല്ല രസമാണ്. ഫുൾ പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നല്ല രസമാണ് കേട്ടോ. അപ്പോൾ പുറത്തത്തെ സൈഡെന്ന് പറയുന്നത് ഇങ്ങനെയാണ്. വിൻഡോസും കാര്യങ്ങളും അതേപോലെ ഡോറും പുറത്ത് കുറച്ച് ലൈറ്റ്സൊക്കെ ഇങ്ങനെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അത് രാത്രി ഇടുമ്പോഴാണ് കേട്ടോ കാണാൻ നല്ല ഭംഗി. പിന്നെ ഈ വീടെന്ന് പറയുന്നത് ചേച്ചിയും ചേട്ടൻ്റെ ഒരുപാട് നാളത്തെ സ്വപ്നമാണ്. അപ്പോൾ അതങ്ങനെ സക്സസ് ആയി. ചേട്ടൻ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാ കാര്യത്തിനാണെങ്കിലും ചേട്ടൻ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. ഈ ചേട്ടൻ അച്ഛനെപ്പോലെ തന്നെ ആവട്ടെ എന്നാണ് ഞങ്ങളുടെ ഒരിത്. അതായത് ഏറ്റവും ഹൈലൈറ്റ് ചെയ്യണ ഭാഗമാണ് ഈ വീടിൻ്റെ ആ TV സ്റ്റാൻഡ്. അത് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മളിപ്പോൾ അപ്പുറത്തെ സൈഡിലാണ് ഇരിക്കണമെങ്കിൽ നമുക്ക് അങ്ങോട്ട് തിരിച്ച് വെക്കാൻ പറ്റും. പിന്നെ വന്നത് ഹാൻഡ് വാഷ് ചെയ്യണ സ്ഥലമാണ്. അത് വന്നിട്ട് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ആ മിററിൻ്റെ ലൈറ്റ് എത്തണത് നമ്മൾ നിൽക്കുമ്പോഴത്തേക്കും ആ സ്വിച്ച് നിൽക്കുമ്പോഴത്തേക്കും ലൈറ്റ് ഇങ്ങനെ മാറി കത്തും കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗം നല്ല അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ അവിടെ ചേച്ചി ചെറിയ ചെടിയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വന്നത് ഡൈനിങ് ടേബിളാണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമുക്ക് ഡൈനിങ് ടേബിളിൽ ഇരിക്കുമ്പോഴും ഈ TV കാണണമെങ്കിൽ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ. പിന്നെ നമ്മൾ പോണത് അടുത്ത ഒരു റൂമിലേക്കാണ്. മൊത്തത്തിൽ വീട്ടിൽ 4 റൂംസാണ് കേട്ടോ ഉള്ളത്. ഫസ്റ്റ് വന്നിട്ട് ഈ ഒരു റൂമാണ്. എല്ലാ റൂമിലും ഉള്ളിൽ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട് കേട്ടോ. പിന്നെ വന്നത് മാസ്റ്റർ ബെഡ്റൂമാണ്. അത് ചേച്ചിയും മിച്ചും എല്ലാവരും കൂടി കിടക്കണതാണ് കേട്ടോ. കുറച്ച് മെസ്സായിട്ട് കിടക്കണോണ്ടാണ് ഞാൻ താഴത്തോട്ടൊന്നും കാണിക്കാഞ്ഞത്. അപ്പോൾ എല്ലാ റൂമിലും ബാത്റൂം അറ്റാച്ച്ഡ് ഉണ്ട് കേട്ടോ. പിന്നെ താഴത്ത് വന്നത് ഈ 2 റൂമും പിന്നെ അടുക്കളയുമാണ് കേട്ടോ. അടുക്കള പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു വർക്ക് ഏരിയ പോലെ അപ്പുറത്തുണ്ട് കേട്ടോ. അത് ഞാൻ വീഡിയോയിൽ എടുക്കാൻ മറന്നു പോയതാണ്. പിന്നെ വന്നത് നമ്മൾ മേളിലോട്ടാണ് കാരണം മേളിലോട്ട് കയറുമ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട് മതിലിൽ. എനിക്ക് ഇതിൻ്റെയൊക്കെ പേരറിയില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കാര്യമായിട്ടൊന്നും പറയാത്തത്. കയറുമ്പോൾ തന്നെ അവിടെ ഒരു സ്പേസ് ഉണ്ട്. അവിടെ ദിവാൻ കൊട്ടിട്ടിട്ടുണ്ട്. പിന്നെ വന്നത് ഒരു റൂമാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ കയറുമ്പോൾ തന്നെ. അപ്പോൾ നമുക്ക് ഇങ്ങാടെയുള്ള റൂമൊക്കെ പരിചയപ്പെടുത്തി തരുന്നത് നിച്ചൂട്ടനാണ് കേട്ടോ. അപ്പോൾ അവൻ ഓടി നടന്ന് പറയണേന് ഇതെൻ്റെ അപ്പയുടെ റൂം, അതായത് ചേട്ടൻ്റെ അനിയൻ്റെ റൂമാണെന്നൊക്കെ പറഞ്ഞു തന്നെ കേട്ടോ. അടുത്തത് നമ്മൾ പോണത് വേറൊരു റൂമാണ്. അതും നല്ല രസം. ഞങ്ങൾ ചെന്നതിനെ കിടക്കുന്നത് ആ ഒരു റൂമിലായിരിക്കും കേട്ടോ. ഇവിടെയെന്ന് വെച്ചാൽ നല്ല കാറ്റ് കിട്ടുന്ന സ്ഥലമാണ് കേട്ടോ. ഈ റൂമിൽ നിന്ന് തന്നെ നമുക്ക് ഫാനിൻ്റെ ആവശ്യമൊന്നുമില്ല. നല്ല കാറ്റായിരിക്കും. അതായത് തൊട്ടടുത്ത് തന്നെ പുഴയാണുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല കാറ്റൊക്കെ കിട്ടുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. അപ്പം എനിക്കെല്ലാം ഇങ്ങനെ ഞാനിപ്പോൾ പറയണ പോലെ തന്നെ എല്ലാം എനിക്ക് പറഞ്ഞു തരണേ കേട്ടോ. എൻ്റെ ബാക്കിൽ തന്നെ ചെറിയ തോട് ഇങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെയാണ് ഈ ഒരു ഏരിയ. ഇങ്ങനെ അധികം ആരെങ്കിലും വന്നാൽ മാത്രമേ ഈ ഒരു റൂമൊക്കെ യൂസ് ചെയ്യത്തുള്ളൂ കേട്ടോ. പിന്നെ ഇവിടെയും ബാത്റൂമുണ്ട്. പിന്നെ നമ്മൾ പോണത് ബാൽക്കണിയിലോട്ടാണ്, ബാൽക്കണി ഏരിയയിലേക്ക്. അപ്പോൾ അതും ഒരു നല്ലൊരു നമുക്ക് പീസ്ഫുള്ളായിട്ടുള്ളൊരു സ്ഥലമാണ് ഈ ബാൽക്കണി. എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ചുറ്റും പച്ചപ്പ് കാട് അങ്ങനെയുള്ള സംഭവം ആയതുകൊണ്ട് തന്നെ നമുക്ക് എവിടെയും നോക്കിയാലും നല്ല രസമായിരിക്കും കേട്ടോ. വൈകിട്ടൊക്കെ പോയിരുന്ന നല്ല കാറ്റൊക്കെ കൊണ്ടിരിക്കാൻ പറ്റിയൊരു അടിപൊളി ഏരിയ ആണ് ഈ ബാൽക്കണി. അപ്പുറത്ത് തന്നെ കാണുന്നത് ചേച്ചിയുടെ തന്നെ വീടാണ് കേട്ടോ. പഴയ വീടാണ്. അതവിടെ തന്നെ അങ്ങനെ തന്നെയുണ്ട് കേട്ടോ. അപ്പം അതിങ്ങനെയാണ്. അവിടെ നിന്ന് അങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ നമുക്ക് പുഴയാണ് കേട്ടോ. അപ്പം ഇങ്ങനെയാണ് ഈ ഒരു ഭാഗം വന്നത്. പിന്നെ നമ്മൾ ആ ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ ഉള്ള ഒരു ടെറസ് പോലത്തെ സംഭവമാണ് കേട്ടോ. അലക്കാനായിട്ട് വാഷിംഗ് മെഷീനൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ചേച്ചി ഇതുവരെ അവിടെ നിന്ന് അലക്കി തുടങ്ങിയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ മേലോട്ട് പോകാൻ നിന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഭയങ്കര വെയിലാണ്. ഒരുത്തൻ എന്നെ മേളിൽ പോകാമെന്ന് വിളിച്ചുകൊണ്ടിരിക്കണത്. പിന്നെ എങ്ങനെയൊക്കെയോ വിളിച്ച് വരുത്തി തിരിച്ച് താഴത്തേക്ക് കൊണ്ടുവന്നു. എൻ്റെ അടുത്ത് എന്നിട്ട് പറയണ്ട മോനോട് ഞാൻ മിണ്ടൂല എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് വഴക്കിട്ടാണ് താഴത്തോട്ട് ഇറങ്ങി വന്നത്. അപ്പോൾ ഇത്ര ഉള്ളോട്ട് ഈ ഒരു വീഡിയോ. എന്തായാലും കുറച്ചും കൂടി കർട്ടനൊക്കെ വന്ന് അടിപൊളിയാക്കി കഴിയുമ്പോൾ വേറൊരു വീഡിയോയും കൂടി ഞാൻ ഇടാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക്